മൂന്നാർ ഗ്യാപ്പ് റോഡ് സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണല്ലേ. തേയിലത്തോട്ടങ്ങളും മലനിരകൾക്ക് മേൽ കോടമഞ്ഞ് മൂടുന്ന കാഴ്ചകളും കോടമഞ്ഞിന്റെ കുളിരും കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന താഴ്വാരത്തെ കാഴ്ചകളും അങ്ങനെ പലതുമാണ് സഞ്ചാരികളെ ഗ്യാപ്പ് റോഡിലേക്ക് ആകർഷിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഒരല്പം പഴമയും കൗതുകവും ഇഴചേർന്നുള്ള ഒരു കാഴ്ചയും നമ്മുടെ ഗ്യാപ്പ് റോഡിലുണ്ട്. അതാണ് നമ്മുടെ ഈ കാണുന്ന മലികിൽ കള്ളൻ ഗുഹ. മൂന്നാറിൽ നിന്നാണ് യാത്രയെങ്കിൽ ദേവികുളം കഴിഞ്ഞ് നമ്മുടെ ഗ്യാപ്പ് റോഡിലെ വ്യൂ പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് മലികിൽ കള്ളൻ ഗുഹ. ഈ മലികിൽ കള്ളൻ ഗുഹയുമായി ബന്ധപ്പെട്ട ചില പഴമ പേറുന്ന കഥകളുമുണ്ട്. തങ്കയ്യൻ എന്നു പേരുള്ള ഒരു കള്ളന്റെ വാസസ്ഥലമായിരുന്നു ഈ ഗുഹ എന്നതാണ് പ്രധാന കഥ. കഥ എന്തുമാകട്ടെ, ഇങ്ങനെയൊരു ഗുഹ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഗ്യാപ്പ് റോഡിലെത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഈ ഗുഹയെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്താറുമുണ്ട്, ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കയറാറുമുണ്ട്. ഒരു വലിയ റൂമിന്റെ അത്ര വലിപ്പം കള്ളൻ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഗുഹയ്ക്കുള്ളിൽ വെളിച്ചമൊന്നുമില്ല, ആകെ ഇരുട്ടാണ്. മുമ്പ് ഇതിനുള്ളിലൂടെ കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോകാമായിരുന്നുവെന്നും പിന്നീട് ചില പാറക്കല്ലുകളൊക്കെ അടർന്നു വീണതോടെയാണ് ഗുഹയ്ക്കുള്ളിലെ സഞ്ചാരം ഈ രീതിയിൽ പരിമിതപ്പെട്ടത് എന്നുമൊക്കെയാണ് ഇവിടെയുള്ള കച്ചവടക്കാർ പറയുന്നത്. ഗ്യാപ്പ് റോഡ് ഈ കാണുന്ന രീതിയിൽ നവീകരിച്ച ശേഷം ഒരു വലിയ മലയിടിച്ചിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ മലയിൽ കള്ളൻ ഗുഹയോട് ചേർന്നാണ്. പക്ഷേ ആ മലയിടിച്ചിലും പുറമെ മലയിൽ കള്ളൻ ഗുഹയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. മുമ്പ് നമുക്കറിയാം ഗ്യാപ്പ് റോഡിന് ഈ കാണുന്ന വീതിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പാറ പൊട്ടിച്ചും മലയിടിച്ചുമൊക്കെയാണ് ഗ്യാപ്പ് റോഡിന്റെ വീതി കൂട്ടിയത്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ മലയിൽക്കള്ളം ഗുഹയുടെ ഭാഗം ഒരല്പം റോഡിലേക്ക് ഇറങ്ങി എന്ന പോലെയാണ് ഇരിക്കുന്നത്. പഴമ പേറുന്ന മലയിൽക്കള്ളം ഗുഹ സംരക്ഷിക്കണമെന്ന തീരുമാനമാണ് അതിന് കാരണം. എന്തായാലും കഥയും പഴമയും കൗതുകവുമെല്ലാം ഇഴചേർന്ന മലയിൽക്കള്ളം ഗുഹ ഗ്യാപ്പ് റോഡിലേക്ക് ആദ്യമായി എത്തുന്ന സഞ്ചാരികൾക്ക് പുതുമയുള്ള കാഴ്ചയാണ്.